ഹലോ ഫ്രണ്ട്സ്, വരുൺ രാധിക ലേറ്റസ്റ്റ് റിവ്യൂ. രാധികയെ അങ്ങനെ രക്തം ഛർദ്ദിച്ച് ബോധം കെട്ടി താഴോട്ട് വീഴുവാണ്. അപ്പോൾ മന്ത്രവാദി ഈ സമയത്ത് സുകുമാരി അമ്മയോട് പറയുക, ശത്രുവിൻ്റെ നാശം സംഭവിച്ചു കഴിഞ്ഞു, ഇനി ധൈര്യമായിട്ട് വീട്ടിലോട്ട് മടങ്ങിക്കോളും. സുകുമാരിയമ്മ അപ്പം മനസ്സിലിങ്ങനെ കാണുകയാണ് രക്തം ഛർദ്ദിച്ച് കുഴഞ്ഞ് രാധിക ഇങ്ങനെ മരിച്ചു കിടക്കുന്നത്. അതോർത്ത് വളരെ സന്തോഷത്തോടെ നിൽക്കുവാണ് സുകുമാരിയമ്മ. എന്നിട്ട് ആ മന്ത്രവാദിക്ക് ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് തൊഴുതിട്ട് പറയുന്നു, നാളെ അവളുടെ വിവാഹമാണ്, നാളെ അവൾ ആ വിവാഹ മണ്ഡപത്തിൽ എത്തത്തില്ല, താലിച്ചരട് അവളുടെ കഴുത്തിൽ വീഴുന്നതിന് മുമ്പ് അവൾ മരിച്ചിരിക്കും എന്നാ മന്ത്രവാദി തീർത്തു പറയുന്നുണ്ട്. ചണ്ഡിദേവി നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സുകുമാരിയമ്മ എല്ലാം നടന്നതുപോലെ സന്തോഷിച്ചിങ്ങനെ നിൽക്കുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ കിടന്ന് ഉറങ്ങുവാണ്. ഈ രാധിക രക്തം ഛർദ്ദിച്ച് മരിക്കുന്നതൊക്കെ സുകുമാരിയമ്മ ആ പൂജ നടക്കുമ്പോഴിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടിയതാണ്. അവിടെ അടങ്ങിയിരിക്കടാ, ഞാൻ പറയുന്ന പോലെ ഒന്ന് കേട്ടെ എന്നൊക്കെ പറഞ്ഞ് സൂര്യ ഇങ്ങനെ വരുണേ മേക്കപ്പൊക്കെ ചെയ്യുവാണ്. ഞങ്ങളുടെ കല്യാണം ഒരു തവണ കഴിഞ്ഞതല്ലേ ഏട്ടാ, പിന്നെ എന്തിനാ ഇത്രയും ഒരുക്കങ്ങളൊക്കെ? എടാ, അതൊക്കെ എല്ലാവരും തേച്ച് മാച്ച് കളഞ്ഞില്ലേ, അതുകൊണ്ടല്ലേ അച്ഛനിപ്പോൾ പറഞ്ഞത് എല്ലാം ഒന്നേന്ന് തന്നെ തുടങ്ങണമെന്ന്. നമ്മളാണെങ്കിൽ പോയി പെണ്ണ് കണ്ടു, പെണ്ണ് വീട്ടുകാരുടെ സമ്മതം ചോദിച്ചു, പെണ്ണും ചെറുക്കനും അങ്ങനെ പരസ്പരം സമ്മതിച്ചിട്ട് പരസ്പരം ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്തു. ഇനി ഇപ്പം നടക്കാൻ പോകുന്നതാണ് വരുണേ നിന്റെ യഥാർത്ഥ വിവാഹം. വരുണപ്പം പറയാ, ഈ വിവാഹം നടക്കുന്നു എന്ന് പറയുന്നതൊക്കെ സത്യം തന്നെയാ, പക്ഷേ ഇപ്പോഴും നമ്മുടെ കുടുംബം ശാന്തമല്ല, പ്രശ്നങ്ങൾ തന്നെയാണ്. എന്നാലേ തൽക്കാലം ആ പ്രശ്നങ്ങളൊന്നും നിന്നെ ഏൽപ്പിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അതൊക്കെ ഈ സൂര്യ കൈകാര്യം ചെയ്തോളാം. എടാ, ഇത്രയും കാലമായിട്ടും പരസ്പരം സ്നേഹിച്ചിട്ട് പിരിഞ്ഞിരിക്കുവല്ലേ നിങ്ങൾ. ഇനി നിങ്ങൾ ഒന്നിച്ച് കഴിയാൻ വേണ്ടി പൂർണ്ണമായും ഞാൻ നിനക്ക് അവധി തരുക. ഇനി ഈ കുടുംബകാര്യങ്ങളോ കുടുംബത്തിലുള്ളവരുടെ കാര്യങ്ങളോ ഒന്നും തന്നെ നീ ആലോചിക്കേ വേണ്ട. രാധികയ്ക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ നിനക്ക് പറ്റുമോ അതൊക്കെ മാത്രം നീ ചെയ്താൽ മതി. 10 ജന്മത്തിന്റെ വേദനയേക്കാൾ ഏറെ അവൾ ഈ ജന്മത്തിൽ തന്നെ വേദനിച്ചിട്ടുണ്ട്. ഇത്രയും നല്ല സ്വഭാവ ഗുണമുള്ള ഒരു പെൺകുട്ടി ആയിട്ട് പോലും അവൾ അനുഭവിച്ചതുപോലെ വേറെ ഒരു പെൺകുട്ടികളും അനുഭവിച്ച് കാണത്തില്ല. അതുകൊണ്ട് അവളുടെ സങ്കടങ്ങളെല്ലാം നീ തീർക്കണോടാ. ഇനി മുതൽ നീ അവളെ കാണുമ്പോൾ നിന്റെ മുഖത്തൊരു ചിരി, അതായത് ഒരിക്കലും പറ്റാത്ത ഒരു ചിരി അതുണ്ടാകണം. സന്തോഷത്തോടെ വരുണം പറയുന്നു, എൻ്റെ മനസ്സിലും അതൊക്കെ തന്നെയാണ് ചേട്ടാ. പക്ഷേ എൻ്റെ കൂടെ വരുന്ന ഈ കക്ഷിയുണ്ടല്ലോ, അത് എളുപ്പമൊന്നും അല്ല കൈകാര്യം ചെയ്യാൻ. അതിനെ അതെന്താടാ വരണേ നീ അങ്ങനെ പറഞ്ഞത്? ഏട്ടന് തോന്നുന്നുണ്ടോ വീട്ടുകാരുടെ ഈ വീട്ടുകാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് അവൾ എന്നോടൊപ്പം സന്തോഷിക്കാൻ പുറത്തൊക്കെ വരുമെന്ന്? അയാളുടെ ഏറ്റവും വലിയ സന്തോഷം നമ്മളുടെ ഈ വീട് തന്നെയാണ്. ഈ വീട്ടിലുള്ളവരുടെയൊക്കെ തെളിഞ്ഞ മുഖമല്ലേ, അതൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. എങ്കിലും നീ നിർബന്ധിച്ച് രാധികയെ കൊണ്ടുപോകണം. എപ്പോഴും കണിമംഗലത്തുകാരുടെ ഒപ്പം എത്തത്തില്ലെന്ന് അവൾക്കും അവളുടെ വീട്ടുകാരുടെയും മനസ്സിലൊരു തോന്നലുണ്ട്. അതങ്ങ് നിശേഷം മാറ്റിയെടുക്കുന്ന രീതിയിലായിരിക്കണം നിന്റെ പെരുമാറ്റം. ഞാനിങ്ങനെ എപ്പോഴെങ്കിലും ആ ഒരു വ്യത്യാസം കാണിച്ചിട്ടുണ്ടോ ചേട്ടാ? വരുൺ അങ്ങനെ പറഞ്ഞപ്പോൾ സൂര്യ പറയുന്നുണ്ട്, നീ അങ്ങനെ കാണിച്ചിട്ടില്ല, പക്ഷേ ഇനി അങ്ങനെ അങ്ങോട്ടായിരിക്കണം. പിന്നെ ചെറിയമ്മയുടെയും കൽപ്പനയുടെയും കാര്യം, രാധിക ഇങ്ങോട്ട് വന്ന് കയറിക്കഴിഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. അതിനെപ്പറ്റിയൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട് ചേട്ടാ. അപ്പോൾ സൂര്യ പറയുക, നീ പ്രത്യേകം രാധികയോട് പറയണം, അവളുടെ മനസ്സിന് വിഷമം തോന്നിയ എന്തെങ്കിലും കാര്യം ഇവിടെ സംഭവിച്ചാൽ ആ നിമിഷം തന്നെ അത് നിന്നോട് വന്ന് പറയണമെന്ന്. അവൾ പറയുന്ന ആ വിഷമം പരിഹരിക്കാൻ നമുക്ക് സാധിക്കുകയും വേണം. ഈ ഒട്ടിച്ചു വെക്കുന്ന മുറിവുകളാണ് കുറേ നാൾ കഴിയുമ്പോൾ ചീഞ്ഞളിയുന്നത്. കൽപ്പനയുടെയും ചെറിയമ്മയുടെയും ചികിത്സ അത് തുടക്കത്തിൽ തന്നെ ചെയ്യാം. സൂര്യ അങ്ങനെ പറഞ്ഞത് കേട്ട് ചിരിച്ചുകൊണ്ട് വരുൺ പറയാ, അപ്പോൾ ചേട്ടൻ കരുതിക്കൂട്ടി തന്നെയാണല്ലേ? നീ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നല്ലേടാ. അങ്ങനെയുള്ളപ്പോൾ നിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഒഴിവാക്കാൻ പറ്റുമോ? എന്നിട്ട് വരുൺ ഇങ്ങനെ ഒരുങ്ങിയതൊക്കെ നോക്കിയിട്ട് പറയുന്നത്, കൊള്ളാം, മണവാളിൻ്റെ ലുക്കൊക്കെ എങ്ങനെയുണ്ട്, പെർഫെക്റ്റ് ആണോ? സന്തോഷത്തോടെ സൂര്യ പറയുന്നു, എൻ്റെ അനിയൻ എപ്പോഴും 100% പെർഫെക്റ്റ് അല്ലേടാ. അപ്പോൾ വരുൺ ഒരു കുസൃതിയോടെ തന്നെ പറയുന്നു, ചേട്ടൻ്റെ അല്ലേ ഈ അനിയൻ, അപ്പം ഞാൻ പിന്നെ പെർഫെക്റ്റ് അല്ലാതിരിക്കുമോ? അങ്ങനെ സന്തോഷത്തോടെ സൂര്യ ഇങ്ങനെ വരുണിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഈ സമയം ആരതി വർമ്മ രാധികയെ മണവാട്ടിയായിട്ട് ഇങ്ങോട്ട് അണിയിച്ചൊക്കെ ഒരുക്കുവാണ്. രാധിക പറയുന്നുണ്ട്, ചേച്ചിയായിട്ട് കൂടെ നിൽക്കുമെന്ന് പറയുമെങ്കിലും ഇങ്ങനെ ചേച്ചിയായിട്ട് തന്നെ എൻ്റെ കൂടെ വന്ന് നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അത് കേട്ടിട്ട് ആരതി പറയുക, രാധികയല്ലേ പറഞ്ഞത് രാധികയ്ക്ക് ചേച്ചിയില്ല, അതുകൊണ്ട് വല്ലാത്തൊരു വിഷമമാണെന്നൊക്കെ. എനിക്കാണെങ്കിൽ അനുജത്തിയില്ല, അപ്പം പിന്നെ തിരിച്ചു രണ്ടും ഒരുപോലെ ആയല്ലോ. അങ്ങനെ രാധികയെ ഒരുക്കിയിട്ട് ആരതി പറയുന്നു, ഒരുങ്ങി കഴിഞ്ഞപ്പോൾ നല്ല സുന്ദരിയായിട്ടുണ്ട്, ദേ കണ്ണാടിയിലൊന്ന് നോക്കിക്കേ. രാധിക അങ്ങനെ കണ്ണാടിയിൽ നോക്കുമ്പോൾ ആരതി ചോദിക്കുന്നു, എന്തെങ്കിലും കുറവുണ്ടോ? ആ, കുറവുണ്ട്, ഞാനാണിതിൽ കുറവ്. ദാണ്ടേ ഒരു നല്ല കാര്യത്തിന് ഒരുങ്ങിയിരിക്കുമ്പോഴുണ്ടല്ലോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഒരൊറ്റ അടിയൊക്കെ വെച്ച് തരും ഞാൻ എന്നും പറയുമ്പോൾ രാധിക ചിരിക്കുവാണ്. അപ്പോൾ യശോദ അങ്ങോട്ട് വരുന്നുണ്ട്. ആരതി ചോദിക്കുന്ന, അമ്മേ നോക്കിക്കേ രാധികയെ ഇപ്പോഴെങ്ങനെ
എങ്ങനെയുണ്ട്? ഭയങ്കര സന്തോഷത്തോടുകൂടി തന്നെ യശോദ രാധികയുടെ കയ്യെ പിടിച്ചിട്ട് പറയുന്ന നല്ല ഭംഗിയുണ്ട്. ഞാൻ കരുതി ഇപ്പോഴത്തെ മോഡേൺ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഒരുക്കാൻ വശമുണ്ടാവില്ലെന്നാ. അയ്യോ എൻ്റെ അമ്മ, ഈ ചേച്ചിയുടെ കാര്യം പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. മോഡേൺ ആകണമെന്ന് വെച്ചാൽ പിന്നെ അതിനപ്പുറത്തേക്ക് പിന്നെ വേറെ ആരും കാണില്ല. ഇനി നാടനാകണമെന്ന് വെച്ചാലോ അതിനും ആരുടെയും പുറകെ പോകാൻ പറ്റില്ല. ഓ താങ്ക് യു, എന്നെക്കുറിച്ച് ഇത്രയ്ക്ക് നല്ലൊരു അഭിപ്രായം ആദ്യമായിട്ടാണ് ഒരാൾ പറയുന്നത് എന്നെങ്ങനെ ചിരിച്ചുകൊണ്ട് ആരതി പറയുവാണ്. പെട്ടെന്ന് യശോദയുടെ മുഖം അങ്ങ് വാടുന്നുണ്ട്. അത് ആരതിയും രാധികയും ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ അമ്മേ, എന്തു പറ്റി എന്നിങ്ങനെ രാധിക ചോദിക്കുന്നു. ഏയ് ഒന്നുമില്ല മോളെ. അല്ല അമ്മ, കാര്യം പറയാമേ. ഇപ്പോൾ യശോദ സങ്കടത്തോടെ പറയുന്നുണ്ട്, നീ ഇത്രയും നാൾ ഇവിടെ ഉള്ളപ്പോൾ വഴക്കും പിണക്കവും ഒക്കെ ഉണ്ടെങ്കിലും നീ എൻ്റെ അടുത്തുണ്ടോ എന്നൊരു സമാധാനം ഉണ്ടായിരുന്നു, ഒരു വല്ലാത്ത ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയ്ക്കും എന്നിങ്ങനെ യശോദ പറഞ്ഞപ്പോൾ രാധികയ്ക്ക് അങ്ങ് സങ്കടമായി. അത് കണ്ടുകൊണ്ട് പെട്ടെന്ന് ആരതി പറയുക, രാധിക ഇപ്പോൾ ഒരു നല്ല മൂഡിലാണ് നിൽക്കുന്നത്. ഈ സംസാരം ഇനി ഒരു 10 മിനിറ്റിടെ മുമ്പോട്ട് പോയാൽ ഇവളാകെ കരഞ്ഞ് ഈ മേക്കപ്പ് എല്ലാം കുളവാക്കും. അത് അമ്മയ്ക്ക് കാണണോ? അയ്യോ എൻ്റെ മോള് കരയാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പോൾ രാധിക പറയാം, അമ്മേ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഞാൻ വരുണിൻ്റെ കൂടെയല്ലേ, എനിക്ക് എപ്പോഴും ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയാലും അപ്പം തന്നെ എനിക്കിങ്ങോട്ട് വരാമല്ലോ. അങ്ങനെ അച്ഛനെ അമ്മയെ എപ്പോൾ കാണണമെന്ന് തോന്നുന്നു ഞാനിവിടെ വന്നിരിക്കും. പിന്നെ പ്രിയ പോയതിൻ്റെ നഷ്ടം എനിക്കറിയാം. ആ നഷ്ടവും കൂടെ തീർത്തേ ഞാൻ പെരുമാറും. എന്നെ ജീവിപ്പിച്ചവർക്ക് എൻ്റെ ജീവിതം ഞാൻ തരേണ്ടതല്ലേ. ഇതൊക്കെ കേട്ടോണ്ട് തന്ത്രി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുക, അല്ല ഇതൊക്കെ ഇപ്പോൾ ആരാ ഇവിടെ തുടങ്ങി വെച്ചത്? യശോദ, നീ തന്നെയാണോ തുടങ്ങി വെച്ചത്? അപ്പോൾ ആരതി പറയുന്നു, ആരാ തുടങ്ങി വെച്ചതെന്ന് ചോദിച്ചാൽ അത് അമ്മ തന്നെയാണ്. പക്ഷേ മോളും കട്ടയ്ക്ക് പിടിക്കുന്നുണ്ട്. അപ്പോൾ തന്ത്രി പറയുക, അതെ, ഒരുപാട് വിഷമങ്ങൾക്കിടയിലാണ് നമ്മൾ ഈ ചടങ്ങ് നടത്തുന്നത്. നമ്മുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. അതുകൊണ്ട് സങ്കടം വരുന്ന ഒരു വാക്കും ആരും ഒന്ന് സംസാരിക്കാതിരിക്കും. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മോളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നെ അച്ഛനമ്മമാരാ. അതിൻ്റെ ആ ഒരു സംതൃപ്തിയിലാണ് ഇനി ഞങ്ങൾ അങ്ങോട്ട് ജീവിക്കാൻ പോകുന്നത്. യശോദ, അമ്മ എവിടെ? അമ്മ ഇതുവരെ എഴുന്നേറ്റിട്ടില്ലെന്നാ തോന്നുന്നത് ദേവേട്ട. ഞാനാണെങ്കിൽ അമ്മയെ വിളിച്ചിട്ടുമില്ല. മോളെ ഒരുക്കുന്നതൊക്കെ കണ്ടാലേ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പോൾ തന്ത്രി പറയുന്നുണ്ട്, അല്പം നിർബന്ധിച്ചിട്ടാണെങ്കിലും അമ്മയെ അമ്പലത്തിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അത് ശരിയല്ല. താൻ ചെന്ന് അമ്മയെ വിളിച്ച് എന്നും പറയുമ്പോൾ യശോദ അങ്ങോട്ട് പോകുന്നുണ്ട് സുകുമാരിയമ്മയെ നോക്കാൻ. എന്നിട്ട് സുകുമാരിയമ്മയെ ആ റൂമിലങ്ങ് നോക്കുമ്പോൾ കാണുന്നില്ല. അയ്യോ ദേവേട്ട, അമ്മ എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. അമ്മ എവിടെ പോകാനാ? ഇവിടെ പുറത്തെവിടെങ്കിലും കാണും. താൻ പുറത്തൊക്കെ ഒന്ന് നോക്കിക്കേ എന്നിങ്ങനെ തന്ത്രി പറയുന്നുണ്ട്. അപ്പോൾ രാധിക അടുത്ത് വന്ന് ചോദിക്കുന്നത് എന്താ വെച്ചാന്ന്. മുത്തശ്ശിയെ മുറിയിലെങ്ങും കാണുന്നില്ല എന്ന് പറയുമ്പോൾ രാധികയും ആരതി എല്ലാവരും ചേർന്ന് സുകുമാരി മുത്തശ്ശിയെ അവിടെയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അവിടെ എങ്ങും കാണുന്നില്ല. ഇനി ഈ വിവാഹം നടക്കുന്ന ദേഷ്യത്തിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പുറപ്പെട്ടു പോയതാണോ? ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല. യശോദേ, താൻ ആ ഫോണിങ്ങെടുത്ത് എന്നും പറഞ്ഞ് തന്ത്രി ഫോൺ ചെയ്യുന്നുണ്ട് സുകുമാരിയമ്മയ്ക്ക്. സുകുമാരിയമ്മ ആ ഫോൺ കാണുന്നെങ്കിലും എടുക്കുന്നില്ല. ബെല്ലടിക്കുന്നുണ്ടല്ലോ, പക്ഷെ അമ്മ എടുക്കുന്നില്ല. എന്നാൽ ഒന്നുകൂടെ ഒന്ന് വിളിക്കാം എന്നും പറഞ്ഞ് വീണ്ടും വിളിക്കുന്നുണ്ട്. അപ്പോൾ സുകുമാരിയമ്മ ദേഷ്യത്തോടെ ഫോൺ എടുത്തിട്ട് എന്താടാ എന്നിങ്ങനെ ചോദിക്കുവാണ്. അമ്മ ഇതെവിടെയാ? നീ പേടിക്കണ്ടടാ, ഞാൻ എങ്ങും പോയിട്ടില്ല. അവളുടെ ശവടക്കിനെ ഞാനങ്ങ് എത്തിക്കോളാം. സങ്കടത്തോടെ രാധികയൊന്ന് നോക്കിയിട്ട് തന്ത്രി ചോദിക്കുന്നു, എന്ത് വർത്തമാനോ അമ്മ ഈ പറയുന്നത്? എന്താടാ, ചത്തില്ലേടാ അവള്? അമ്മേ, ദാണ്ട് ഇവിടെ എല്ലാവരും അമ്പലത്തിലോട്ട് പോകാൻ ഒരുങ്ങി നിൽക്കുക. അമ്മ എളുപ്പം ഇങ്ങോട്ട് വരാൻ നോക്ക്. അത് കേട്ട് സുകുമാരി അമ്മ അങ്ങ് ഞെട്ടി നിൽക്കുവാണ്. ഇവള് ചത്തില്ലയോ? അപ്പോൾ ചത്തതുപോലൊക്കെ ആണല്ലോ കണ്ടത്. അതെ, ഞാനൊരു അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയാ, ഞാൻ ഇപ്പോഴങ്ങ് എത്തും എന്ന് പറയുമ്പോൾ തന്ത്രി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അമ്മ രാവിലെ ഏതോ അമ്പലത്തിൽ പോയിരിക്കുക എന്ന് തന്ത്രി പറയുമ്പോൾ യശോദ പറയാം, വെറുതെ മനുഷ്യനെ പേടിപ്പിച്ച്. ചിലപ്പോൾ പറയാൻ പറ്റില്ല യശോദ, ചിലപ്പോൾ അമ്മയുടെ മനസ്സ് മാറിയതാണെങ്കിലോ. യാഥാർത്ഥ്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ചിലപ്പോൾ ഇവരെ അനുഗ്രഹിക്കണം തോന്നിയിട്ടുണ്ടെങ്കിലോ. അങ്ങനെ കുറ്റബോധം കൊണ്ട് അമ്പലത്തിലെങ്ങാനും പോയതായിരിക്കും. അതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ആരതി പറയുന്നു, ഞാനൊരു കാര്യം പറയാം, നിങ്ങളാരും മറ്റൊന്നും തെറ്റിദ്ധരിക്കരുത്. വക്കീലിനൂടെ കാര്യങ്ങൾ എന്തെങ്കിലും തുറന്നു പറയുന്നതിന് ആരുടെയെങ്കിലും അനുവാദം വേണോ? വക്കീലിന് എന്തും പറയാമല്ലോ എന്നിങ്ങനെ തന്ത്രി പറയുവാണ്. മുത്തശ്ശി ഇപ്പോൾ ക്ഷേത്രത്തിൽ പോയിരിക്കുവാണെന്നല്ലേ പറഞ്ഞത്? ചിലപ്പോൾ രാധികയുടെ പേരിൽ വഴിപാട് നടത്തിയെന്നും പറയും. പ്രസാദം കഴിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യും. അങ്ങനെ കൊണ്ടുവരുന്ന പ്രസാദം ഒരു കാരണവശാലും രാധിക കഴിക്കരുത്. ആരതി അങ്ങനെ പറഞ്ഞപ്പോൾ ടെൻഷനോട് നിൽക്കുവാണ് രാധികയും യശോദയും തന്ത്രിയുമെല്ലാം. ഇതെല്ലാം എൻ്റെ ചില മുൻ അനുഭവങ്ങൾ കൊണ്ട് പറയുക ഞാൻ എന്നൊക്കെ ആരതി പറയുമ്പോൾ യശോദ പറയുന്നത് ശരിയാ, അമ്മ കൊണ്ടുവന്ന പ്രസാദം എൻ്റെ മോള് കഴിക്കേണ്ടത്. അപകടം ഏത് വഴിക്കൂടാ വരുന്നതെന്ന് പറയാൻ അറിയത്തില്ലല്ലോ. ഈ സമയത്ത് പ്രിയങ്കയും കൊണ്ട് അവളെ വളർത്തുന്ന അമ്മ ഇങ്ങനെ പ്രതിമകൾ വിൽക്കാനായിട്ട് പോയിരിക്കുവാണ്. മല്ലി എന്നാണല്ലോ അമ്മ വിളിക്കുന്നത്. മല്ലി വാ മോളെ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. മല്ലിയാണെങ്കിൽ ശ്രദ്ധയില്ലാതെ ഇങ്ങനെ വല്ലാത്ത വിഷമത്തിലാണ് ആ പ്രതിമയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നത്. ഈ സമയത്ത് സുകുമാരിയമ്മ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ വരുവാണ്. മല്ലിയാണെങ്കിൽ സുകുമാരിയമ്മയുടെ ഓട്ടോറിക്ഷയുടെ മുന്നിലോട്ട് വരികയാണ്.
അപ്പോൾ ഫ്രണ്ട്സ്, സുകുമാരിയമ്മ മല്ലിയെ കാണുമോ അതോ മല്ലി അതിനു മുമ്പേ സുകുമാരിയമ്മയെ കാണുമോ? അപ്പോൾ മല്ലിയാണ് പ്രിയങ്ക മരിച്ചിട്ടില്ല എന്നുള്ള തെളിവുമായി സുകുമാരിയമ്മ കല്യാണം മുടക്കാനെങ്ങാനും വരുമോ എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.